രാജ്യത്തെ പിന്തള്ളിക്കൊണ്ട് ലോകത്തെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് ഭാരതം എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞന്മാർ പിറന്ന രാജ്യമാണ് ഭാരതം. ഹോമി ഭാവയെ പോലെ, അബ്ദുൽ കലാമിനെ പോലെ, പി.വി. രാമനെ പോലെ ലോകത്തിന് എന്നും വിസ്മയം തീർത്ത മഹാരഥന്മാർ പിറന്ന പുണ്യഭൂമിയാണ് ഭാരതം. പക്ഷേ ഈ ഭാരതത്തിന്റെ പ്രകൃതി വിഭവങ്ങൾ ചൂഷകവർഗങ്ങൾ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നു. പ്രകൃതി വിഭവങ്ങൾ വളരെ കുറച്ചാളുകൾ, ഭാരതത്തിലെ 130 കോടി ജനങ്ങളും ഒരുമിച്ച് അനുഭവിക്കേണ്ട, തലമുറകളോളം അനുഭവിച്ചാലും തീർന്നു പോകാത്ത പ്രകൃതി വിഭവങ്ങൾ ഭാരതത്തിലെ വളരെ കുറച്ച് ആളുകൾ കൈയടക്കി വെച്ചിരിക്കുന്നു. ഇത് ഡൽഹിയിലോ ഗുജറാത്തിലോ മഹാരാഷ്ട്രയിലോ മാത്രമല്ല, നമ്മുടെ കേരള സംസ്ഥാനത്തിലും നമ്മുടെ പാലക്കാട് ജില്ലയിലും തന്നെ നമ്മുടെ രാജ്യത്തെ പ്രകൃതി വിഭവങ്ങൾ കുറെ ആളുകൾ, കുറെ കൊള്ളസംഘങ്ങൾ കൈയടക്കി വെച്ചിരിക്കുകയാണ്. ഈ പ്രകൃതി വിഭവങ്ങളുടെ തുല്യമായ വിധാനം, ആ തുല്യമായ വിധാനത്തിലൂടെ ഈ രാജ്യത്തെ അസന്തുലിതമായ സാമ്പത്തിക അരക്ഷിതാവസ്ഥ നിർമ്മാർജ്ജനം ചെയ്യണമെന്നാണ് ശ്രീമാൻ അരവിന്ദ് കെജ്രിവാൾ സ്വരാജ് എന്ന തന്റെ ബുക്കിലൂടെ ഈ രാജ്യത്തെ ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. ശ്രീ അരവിന്ദ് കെജ്രിവാളിന്റെ സ്വരാജ് എന്ന ആശയം മഹാനായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു, ഗ്രാമസ്വരാജ്, അധികാരം വില്ലേജുകളിലേക്ക് പോകട്ടെ, അധികാരം ഗ്രാമങ്ങളിലേക്ക് പോകട്ടെ, പട്ടണങ്ങളുടെ മാലിന്യങ്ങൾ തള്ളാനുള്ള, പട്ടണങ്ങളിലെ രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക വ്യഭിചാര മാലിന്യങ്ങൾ തള്ളാനുള്ള കേന്ദ്രമല്ല നമ്മുടെ നാട്ടിലെ ഗ്രാമങ്ങൾ. നമ്മുടെ നാട്ടിലെ ഗ്രാമങ്ങൾ ഈ രാജ്യത്തിന്റെ ജീവവായുവാണ്. നമ്മുടെ നാട്ടിൽ ജീവവായു ഇല്ലാതാവുമ്പോൾ നമ്മുടെ പട്ടണങ്ങൾ മാത്രമല്ല, നമ്മുടെ നാട്ടിലെ ഗ്രാമങ്ങളും നമ്മുടെ നാട്ടിലെ ജനങ്ങളുമെല്ലാം വളരെയധികം അടിപ്പെടും. അതുകൊണ്ട് ഗ്രാമസ്വരാജ് എന്ന ആശയത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ, അധികാര വികേന്ദ്രീകരണം നടപ്പിലാക്കിക്കൊണ്ട്, ജനലേഖാൽ നിയമം നടപ്പിലാക്കിക്കൊണ്ട് ഒരു നല്ല രാജ്യം പടുത്തുയർത്തണമെന്നാണ് ശ്രീമാൻ അരവിന്ദ് കെജ്രിവാളും അദ്ദേഹത്തിനെ അനുഗമിക്കുന്ന ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് സാമൂഹിക ബോധമുള്ള, രാജ്യത്തോട് പ്രതിബദ്ധതയുള്ള ആളുകളും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് പ്രാദേശികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് പോകാം. മുതലമട എന്നൊരു സ്ഥലമുണ്ട്. ഈ മുതലമട പാലക്കാട് ജില്ലയിലെ ഏറ്റവും ജൈവ വൈവിധ്യമുള്ള ഒരു സ്ഥലമാണ്. യുഎന്റെ ലോക പൈതൃക പട്ടികയിൽ പെട്ടിട്ടുള്ള സ്ഥലമാണ് മുതലമട. ഈ മുതലമടയിലെ ജനങ്ങൾ 99% വളരെ നല്ല ആളുകളാണ്. അവർക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമോ അല്ലെങ്കിൽ വേറെ മറ്റു രീതിയിലുള്ള തെറ്റായ ചിന്താഗതികളോ ഒന്നുമില്ല. പക്ഷേ ഈ മുതലമടയിലെ കൊല്ലംകോടിലെ പ്രകൃതി വിഭവങ്ങളുടെ 90% അമരക്കാർ കൊല്ലംകോട്ടുകാരോ മുതലമടക്കാരോ അല്ല. പിന്നെ ആരാണ്? കോറി മാഫിയ, വനം മാഫിയ. കോറി മാഫിയ, വനം മാഫിയ എന്ന് പറയുമ്പോൾ അത് വെറും 2 വാക്കുകളിൽ ഒതുങ്ങുന്നില്ല. അത് ആരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് പറയാനുള്ള ആഗ്രഹം വടക്കഞ്ചേരിയിലെയല്ല, ആലത്തൂരിലെയല്ല, പാലക്കാടിലെയല്ല, കേരള സംസ്ഥാനത്തിലെയല്ല, മറ്റുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കാണിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് പറയാൻ മടിയില്ല. അതിന് ഈ കുറച്ച് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കൊല്ലംകോട് നടന്ന ഒരു സംഭവത്തിലേക്ക് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മളുടെ ശ്രദ്ധ പോകേണ്ടതുണ്ട്. പാലക്കാട് ജില്ലയിൽ പ്രവർത്തിക്കുന്ന 130-ലധികം കരിങ്കൽ ക്വാറികൾക്ക് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതിയില്ല എന്ന് ജനസമക്ഷം മുന്നിൽ കൊണ്ടുവന്ന സംഘടനയാണ് ആന്റി കറപ്ഷൻ മൂവ്മെന്റ് കേരള. അതിന് ഫലമായി നടന്ന പരാതികളുടെ, പോരാട്ടങ്ങളുടെ, വിവിധ മനുഷ്യാവകാശ സംഘടനകൾ, പരിസ്ഥിതി സംഘടനകൾ നടത്തിയ പോരാട്ടങ്ങളുടെ ഫലമായി മുതലമടയിലെ കരിങ്കൽ ക്വാറികൾ അടച്ചുപൂട്ടാൻ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഉത്തരവിടുകയുണ്ടായി. അപ്പോൾ മുതലമടയിലെ ജനങ്ങൾ ഒറ്റക്കെട്ടാണ്. മുതലമടയിലെ ജനങ്ങൾ ആർക്കെതിരെയാണ് ഒറ്റക്കെട്ട്? എ.വി. തോംസൺ എന്ന ക്വാറി മാഫിയക്കെതിരെ, 5 സ്റ്റാർ മാധവൻ എന്ന ക്വാറി മാഫിയക്കെതിരെ, മേരി മാത എന്ന ക്വാറി മാഫിയക്കെതിരെ, ജാതി
വകബോധമന്യേ കൊല്ലംകോട്ടിലെ നിരക്ഷരരായ സാധാരണക്കാരായ ജനങ്ങൾ പ്രതിഷേധവുമായി മുന്നോട്ട് വരികയും അവരുടെ പ്രതിഷേധത്തിന്റെ ഫലമായി ബഹുമാനപ്പെട്ട പാലക്കാട് ജില്ലാ കലക്ടർ മുതലമടയിലെ കോറികൾ അടച്ചുപൂട്ടാൻ ഉത്തരവിടുകയുണ്ടായി. ഈ കോറികൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. എല്ലാ മൈനിങ് ജിയോളജി നിയമപ്രകാരമുള്ള എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് ദിനം പ്രതി ലക്ഷങ്ങളുടെ കോടികളുടെ കൊള്ള നടത്തിക്കൊണ്ടിരിക്കുന്ന പാലക്കാട് ജില്ലക്കാരല്ലാത്ത ഈ കോറി മാഫിയക്കെതിരെ നിയമ സംവിധാനം പ്രവർത്തിച്ചപ്പോൾ ഈ മുതലമടയിലെ 18ഓളം കോറികൾക്ക് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തപ്പോൾ അതാ വരുന്നു കോൺഗ്രസുകാരൻ, അതാ വരുന്നു CPM-കാരൻ, അതാ വരുന്നു BJP-ക്കാരൻ. എന്തിനാ വരുന്നത്? ആ നാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കാനല്ല, കോറി മാഫിയയുടെ കൊട്ടേഷൻ ഏറ്റെടുത്തുകൊണ്ട് കോറി മാഫിയക്കെതിരെ സമരം ചെയ്യുന്ന സാധാരണക്കാരായ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങളൊന്നും വൈകുന്നേരം വീട്ടിൽ പോവില്ലെന്ന് പറയുന്നു. ചിറ്റൂരുകാരൻ MLA, കൊല്ലങ്കോടുകാരൻ MLA, ആലത്തൂരുകാരൻ MLA, ഇവർക്ക് വേണ്ടി കൊട്ടേഷൻ എടുത്തത് BJP-യുടെ പ്രാദേശിക നേതാവ്. എന്ത് രാഷ്ട്രീയമാണ് പ്രിയപ്പെട്ട ജനങ്ങളെ ഇവിടെ നടക്കുന്നത്? ഇവിടെ സമ്പത്തിന്റെ അഴിമതിയുടെ വീതം വെപ്പാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഓരോ പ്രാവശ്യവും സമ്മതിദാന അവകാശം താമരയ്ക്ക്, കൈപ്പത്തിക്ക്, അരിവാളിന് കുത്തിക്കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ സ്വയം കുറ്റവാളികളാവുകയാണ്. നിങ്ങൾ സ്വയം വഞ്ചിക്കപ്പെടുന്നു. ഈ സമൂഹത്തെ വഞ്ചിക്കുന്നു, ഈ രാജ്യത്തെ വഞ്ചിക്കുന്നു. ഈ ഒരു കാര്യം ഞാൻ ഇവിടെ പറയുമ്പോൾ ഇത് പ്രാദേശികമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇതുപോലെ തന്നെ 100 കൂട്ടം കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്.